കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2011 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലിരിക്കുന്ന സ്വിഫ്റ്റ് ഡിസയറാണ്. നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. VDA ടെക്നോളജി വന്നൊക്കെ വണ്ടിയാണ്. VDA എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഡീസൽ ഓപ്ഷൻ വന്നൊക്കെ വണ്ടിയാണ്. അതുകൂടാതെ തന്നെ KL42 എന്ന രജിസ്ട്രേഷൻ വന്നാൽ പവർ രജിസ്ട്രേഷനിൽ വന്ന വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ ലൈഫ് ടാക്സ് വന്നൊക്കെ 2026 9 മാസം വരെ ലൈഫ് ടാക്സ് കയ്യിൽ നിൽക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇൻഷുറൻസ് 2024 6 മാസം വരെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഫീച്ചേഴ്സും അതേപോലെ ഇത്രയൊക്കെ വാലിഡിറ്റി ഉള്ള വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോയിലേക്ക് പോയേക്കാം. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എഞ്ചിൻ ഭാഗം എല്ലാം വിശദമായിട്ട് ഞാൻ കാണിച്ചു പോകുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിനുശേഷം നമുക്ക് റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സ്വിഫ്റ്റ് ഡിസയറാണ്. അപ്പോൾ ഡിസയർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വണ്ടി ഒരു സെഡാൻ വാഹനമാണെങ്കിലും ഒരുപാട് സുഹൃത്തുക്കൾ അന്വേഷണം ചോദിച്ചു വരുന്നൊരു വണ്ടിയും കൂടിയാണ്. പിന്നെ നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ട് വാഹനത്തിൽ. നമ്മൾ സ്വിഫ്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിന് ബൂട്ടായാലും എവിടെ നമുക്ക് കുറേ സ്പേസ് നമുക്ക് കിട്ടി വാഹനത്തിൽ. അതാണ് ഈ വാഹനത്തിൻ്റെ മെയിനായിട്ട് നമുക്ക് എടുത്ത് പറയേണ്ട അട്രാക്ഷനായിട്ട് വരാനുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ ഇത് ഡീസൽ ഓപ്ഷനിൽ വന്നിരിക്കുന്ന വണ്ടിയാണ്. VDI എന്ന് പറഞ്ഞ ഓപ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ കളറാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിൽവർ കളറ് സ്വിഫ്റ്റ് ഡിസയറിന് ചേരുന്നൊരു കളറും കൂടിയാണ്. നമ്മൾ ഒരുപാട് വാഹനങ്ങൾ സ്വിഫ്റ്റ് ഡിസയർ ഈ ഒരു കളറിൽ കണ്ടിട്ടുണ്ട്. പിന്നെ മാത്രമല്ല നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് KL42 ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വന്നേക്കണം. 42 എവിടെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് പോയേക്കാം. KL42 എവിടെയെന്ന് അറിയാത്തവർക്ക് ഞാൻ പറയാം. ഇത് പറവൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. നമുക്ക് വിലാസിലേക്ക് പോകാം. വിലാസായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന വിലാസം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രിപ്പ് കുറച്ച് കുറവാണ് ടയേഴ്സിൽ നിൽക്കുന്നത്. അതേപോലെ നമുക്കിനി ബോണറ്റിലേക്ക് വരാം. ബോണറ്റായാലും നീറ്റായിട്ടിരിക്കുന്നു. ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും ബോണറ്റിൽ നമുക്ക് കിട്ടുന്നില്ല. ലാമ്പിലേക്ക് വരാം. ലാമ്പും ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. താഴെ ഫോഗ് ലാമ്പും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് കാണാം. ഈ ലാമ്പായാലും ഓക്കെ ആയിട്ട് ഇരിക്കും. താഴെ ഫോഗ് ലാമ്പും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. എയർ കണ്ടീഷൻ കുറച്ച് ഗ്രിപ്പ് കുറവാണ്. നമുക്ക് സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് 2 ഡോർ നോക്കാം. 2 ഡോറായാലും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന 2 ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ നമുക്കിനി വീലാർച്ചിലേക്ക് പോകാം. ഈ വീലാർച്ച് ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. സൈഡ് പോർഷൻ നോക്കാം. റൂഫ് നോക്കാം. റൂഫായാലും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബാഗിലേക്ക് വരാം. ബാഗിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് സുസ്കിയുടെ ബാഡ്ജ് നമുക്ക് കിട്ടുന്നുണ്ട്. ടെയിൽ ലാമ്പ് ഇവിടെ നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ലിഡ് നോക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ആ ലിഡ് കിട്ടുന്നുണ്ട്. VDAയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്. സ്വിഫ്റ്റ് ഡിസയറിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സും റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഭംഗിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ചായാലും നീറ്റായിട്ട് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. 2 ഡോറും നോക്കാം. 2 ഡോറും ഇവിടെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സിന് പരിചയപ്പെടാം. ഇവിടെ ഡോർ പാഡ്സ് നോക്കാം. നീറ്റായിട്ടിരിക്കുന്ന ഡോർ പാഡ്സ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ പവർ വിൻഡോസിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സീറ്റ്സൊക്കെ നല്ല അപ്പോൾസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. താഴെ ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡാഷ്ബോർഡ് നോക്കാം. ഡാഷ്ബോർഡ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡാഷ്ബോർഡ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് കമ്പനി മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾസൊന്നും വരുന്നില്ല. അതുകൂടാതെ തന്നെ ഇവിടെ ചെറിയ ചെറിയ കൺട്രോൾസ് നമുക്ക് റൈറ്റ് സൈഡിലും കിട്ടുന്നുണ്ട്. ഇതാണ് കീ വന്നേക്കണേ. 1,12,000 കിലോമീറ്റർ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ വന്നേക്കണേ. ഡോർ പാഡ്സ് നോക്കാം. ഡോർ പാഡ്സ് ആയാലും നീറ്റായിരിക്കും ഡോർ പാഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കിട്ടുന്നുണ്ട്. റിയറിലുള്ള സീറ്റ്സ് ആയാലും ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. റൂഫൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന റൂഫും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ബൂട്ടിലേക്ക് പോയേക്കാം. പാസഞ്ചർ സൈഡിലേക്ക് പോയേക്കാം. പാസഞ്ചർ സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് ഡോർ പാഡ്സൊക്കെ നല്ല നീറ്റായിട്ട് ഡോർ പാഡ്സ് കാണാൻ പറ്റും. അതേപോലെ റിയർ സീറ്റ്സ് നോക്കാം. റിയർ സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന റിയർ സീറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ ലെഗ് റൂം നോക്കാം. ലെഗ് റൂം ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ലെഗ് റൂം നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ വാഹനത്തിൻ്റെ മിഡിലിൽ നമുക്കിവിടെ ആംറെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂ നോക്കാം. കേട്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമും അതുപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ നോക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്വിഫ്റ്റ് ഡിസയറിൻ്റെ ഒരു എഞ്ചിൻ ഭാഗം. DDIS ടെക്നോളജി വന്നിരിക്കുന്ന ഡീസൽ എഞ്ചിനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ലീക്കേജ് ഒക്കെ ഇവിടെ സ്പോട്ട് ചെയ്യാം. വാഹനം വീഡിയോ ഒന്ന് പോസ് ചെയ്താൽ മതി. എഡ്ജസ് ഒക്കെ നോക്കാം. പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കാം.
അതേപോലെ ഇവിടെ ബാറ്ററി നോക്കാം. ബാറ്ററി ആയാലും നല്ല പവർഫുൾ ബാറ്ററി നിൽക്കുന്നുണ്ട്. എഡ്ജസ് നോക്കാം. എഡ്ജസ് നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ലിഡിലേക്ക് വരാം. ലിഡായാലും യാതൊരു രീതിയിലുള്ളൊരു പാച്ചുടൻ്റോ കാര്യങ്ങളോ നമുക്ക് ലിഡിലും കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ എൻജിൻ റൂമിൽ നിന്ന് നമുക്ക് മെയിനായിട്ട് കാണിക്കുകയാണ്. പയ്യെ നമുക്ക് ഇനി ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ചെക്ക് ചെയ്തേക്കാം. ലിവറൊന്ന് നമുക്ക് അപ്പ് ചെയ്യാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. കേട്ടോ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ടാണത്. ഒരു അഴുക്കോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതേപോലെ തന്നെ നമുക്കിവിടെ എഡ്ജസ് നോക്കിക്കാം. എന്തെങ്കിലും പാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ ലിഡ് നോക്കാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ടയർ കണ്ടീഷനിലേക്ക് നോക്കാം. സ്പെയർ വീലിന് എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്പെയർ വീലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ചെറിയ രീതിയിലുള്ള പാച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിയിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെയായിരുന്നു വാഹനത്തിന് ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സ്വിഫ്റ്റ് ഡിസയർ കണ്ടു കഴിഞ്ഞു. 2011 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ VDI ടെക്നോളജി വന്നേക്കാണ്. ഡീസൽ ഓപ്ഷൻ വന്നേക്കുന്ന വണ്ടിയാണ്. അതുകൂടാതെ തന്നെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 1,00,000+ കിലോമീറ്റേഴ്സ് വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ സിംഗിൾ ഓണർഷിപ്പാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടിയാണ്. അതുകൂടാതെ തന്നെ സ്വിഫ്റ്റ് ഡിസയർ എന്ന് പറയുമ്പോൾ അറിയാം, നമുക്ക് ബൂട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇഷ്ടംപോലെ സ്പേസും കാര്യങ്ങളൊക്കെ വണ്ടിയുണ്ട്. നമുക്ക് എന്തെങ്കിലും ലോങ് പോകണമെങ്കിൽ സാധനങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും ബെസ്റ്റ് വണ്ടിയാണ് ഈ ഒരു സ്വിഫ്റ്റ് ഡിസയർ. പിന്നെ സിൽവർ കളറുടെയാണ്. സിൽവർ കളർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഈ വാഹനം സ്വന്തമാക്കാവുന്നതാണ്. ഇനി നമുക്കിനി റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കാനാകുമ്പോൾ എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2,85,000 രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം നമ്പറും എൻ്റെ വാട്സാപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട്. വാട്സാപ്പിലേക്ക് വോയിസ് അയച്ചേക്കാം, അല്ലെങ്കിൽ ചാറ്റ് ചെയ്തേക്കാം. കോൾ ചെയ്താൽ ചിലപ്പോൾ ഇടുന്നു വരില്ല. അതിൻ്റെ പേരിലാണ് വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ചാറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ വിശേഷങ്ങൾ. ലോൺ വേണമെങ്കിൽ ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ചെയ്തു തരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.